ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നിട്ട് പിന്നെ ഞാനത് പ്രൈവറ്റാക്കി. എന്തായാലും ഞാൻ ഗാർഡനിങ് വീഡിയോ ഇടുന്നത് ഇഷ്ടമുള്ള കുറച്ച് കൂട്ടുകാരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഞാൻ എന്തെങ്കിലും ഒരു ചെടി വാങ്ങിയിരുന്നാൽ അത് ഞാൻ നടുന്നത് ഒരു വീഡിയോയ്ക്ക് ഇടുമ്പോൾ അത് കാണാൻ ഇഷ്ടമുള്ള ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇത് ഞാനൊരു ഹാങ്ങിങ് പോട്ടിലേക്ക് ഇടാൻ വേണ്ടി വാങ്ങിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇത് ഫിലോഡെൻഡ്രോൻ്റെ സിൽവറാണ്. അതിന് നല്ല രീതിയിൽ ഞാൻ പഠിച്ച് വരുന്നതേ ഉള്ളൂ. ഇതും ഫിലോഡെൻഡ്രോൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടാതെ ഇനി ഫിലോഡെൻഡ്രോൻ്റെ തന്നെ വേറൊരു വെറൈറ്റി വാങ്ങി. ഇത് ഫിലോഡെൻഡ്രോൺ ആണെന്ന് അറിയാതെ ഞാൻ വാങ്ങിയ ചെടികളാണ് കേട്ടോ. ഇവിടെ വന്ന് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത് ഫിലോഡെൻഡ്രോൺ ആണെന്ന് ഞാൻ അറിഞ്ഞത് കേട്ടോ. അങ്ങനെ കോയിൻസിഡൻ്റിൽ എനിക്ക് കിട്ടിയതാണ് ഈ 3 പ്ലാന്റ്സും. ഇത് ബിഗോണിയാണ്. ഇത് തനിയെ അതിൽ കിടന്ന് പൊടിച്ച് വന്നതാണ്. അപ്പോൾ എനിക്കിങ്ങനെ പല തവണയായിട്ട് ഇങ്ങനെ പ്ലാന്റ്സുകൾ കിട്ടാറുണ്ട്. അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ ഈ പ്ലാന്റ്സുകളൊക്കെ. അപ്പോൾ ഇത് പുറത്തുനിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ്. എനിക്ക് ഓരോ ക്യാമറകളെ പോലെ അത്ര ക്ലാരിറ്റിയോടെ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റിയുള്ള ഫോണൊന്നും അല്ല കേട്ടോ എനിക്ക്. എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ഒരു 6 പോട്ടും കൂടെ എനിക്ക് ആവശ്യമുണ്ട്. ഒരേ ഇപ്പം കണ്ടില്ലേ, പോളികാർബണേറ്റ് ഷീറ്റാണ് നമ്മുടെ ബാൽക്കണിയിൽ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള വെയിൽ, അപ്പോൾ ഇത്ര വെയിലിന് വളരാൻ പറ്റുന്ന സെമി ഷെയ്ഡായിട്ടുള്ള പ്ലാന്റ്സുകളാണ് എനിക്ക് ഇവിടെ ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഏത് ചെടികളും ഇതിൽ ഹാങ് പ്ലാന്റ്സായിട്ട് ഇടാൻ പറ്റില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് അതുപോലെ കറക്റ്റായിട്ട് വളരാൻ പറ്റുന്ന ചെടികളാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഇനി 6 എണ്ണം എനിക്കിനി വാങ്ങാനുണ്ട്. ചെടികളും അങ്ങനെയാണ്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് വരുമ്പോൾ അത് കാണാനും ഭംഗിയാണ്. എനിക്ക് വന്ന സ്ഥലം നല്ല കുറവാണ്, 3 സെൻറ്റ് ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് ചെടികളുടെ കളക്ഷനായിട്ട് എടുക്കുമ്പോൾ ബിഗോണി ആയിരുന്നാലും ശരി, ഫിലോഡെൻഡ്രോണോ, അതുപോലെ തന്നെ അങ്ങനെ പല ചെടികളൊക്കെ ഉണ്ടല്ലോ. ആ ചെടികളുടെയൊക്കെ ഒരുപാട് വെറൈറ്റീസൊക്കെ നമ്മൾ ബിഗോണിയൊക്കെ 350-1000 എത്രയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കളക്ഷനായിട്ട് എടുക്കാനൊന്നും എനിക്ക് വെക്കാനുള്ള സ്ഥലമൊന്നും എനിക്കില്ല കേട്ടോ. അതുകൊണ്ട് ഓരോന്നിൽ നിന്നും ഓരോ ചെടികൾ അങ്ങനെ എടുത്ത അനുഭവമാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ ചെടികളൊക്കെ നടാൻ ഉപയോഗിച്ച പോട്ടിംഗ് മിക്സാണ് കേട്ടോ നേരത്തെ കാണിച്ചത്. ഇപ്പോൾ അത് എപ്പോഴും പറഞ്ഞ് നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ ഈ ബിഗോണിയ മാക്കുലേറ്റ എന്ന് പറയുന്ന ഈ പ്ലാന്റ്സ് എനിക്ക് ഫിലോഡെൻഡ്രോൺ വാങ്ങിയപ്പോൾ അതിൽ തനിയെ വളർന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മിക്കവാറും പ്ലാന്റ്സുകൾ വാങ്ങാൻ പോകുമ്പോഴും ഞാൻ ചിലപ്പോൾ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ എനിക്ക് കിട്ടാറുണ്ട്. അല്ലാത്ത സമയത്ത് ഞാൻ അങ്ങനെ സെലക്ട് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സൊക്കെ അവർ ഒരു പ്രത്യേക രീതിയിലാണ് അവരതിനെ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫിലോഡെൻഡ്രോൻ്റെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഞാൻ പറയുമ്പോൾ വ്യത്യാസമായിട്ടുള്ള രീതിയിൽ പ്രൊനൗൺസിയേഷൻ വരികയാണെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും. അത് എഴുതി കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ തെറ്റ് പറയുന്നതിനേക്കാളും പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടാണ് പറയാത്തത്. അപ്പോൾ എന്തായാലും ഓരോ ചെടികളും ഞാൻ പഠിച്ചു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫിലോഡെൻഡ്രോൻ്റെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ എനിക്കിപ്പോൾ എന്താണ് സംഭവിച്ചതെന്നറിയാമോ, ഞാനിങ്ങനെ പല തവണകളായിട്ട് അടുത്തടുത്ത് കുറച്ച് ലീഫി പ്ലാന്റ്സ് വാങ്ങിച്ചു. അതിൽ 3/4 ഭാഗവും ഫിലോഡെൻഡ്രോൻ്റെ വെറൈറ്റീസാണ് കേട്ടോ. അത് എനിക്ക് യാദൃശ്ചികമായിട്ട് സംഭവിച്ച ഒരു കാര്യമാണ്. പക്ഷേ ഫിലോഡെൻഡ്രോൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് പല രൂപത്തിലും ഷേപ്പിലുമുള്ള പ്ലാന്റ്സുകൾ കിട്ടാനുണ്ട് കേട്ടോ. ഇതും ഫിലോഡെൻഡ്രോൺ ലിറ്റിൽ ഫിൽ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഫിലോഡെൻഡ്രോൺ ആണെന്നുള്ളത് ഞാൻ ഇവിടെ വന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ ചില സമയങ്ങളിലൊക്കെ എനിക്കങ്ങനെ അതൊരു കളക്ഷനായിട്ട് മാറി കേട്ടോ. ഫിലോഡെൻഡ്രോൺ തന്നെ ഇപ്പോൾ എനിക്ക് ഏകദേശം 7 വെറൈറ്റിയോളമായി കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത്, ചെറിയ ഗാർഡനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പല ചെടികൾ വാങ്ങിച്ച് വയ്ക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള അപ്ഡേഷനാണ്. നല്ല രീതിയിൽ അതിൽ ചെടികളൊക്കെ
ഇലകളൊക്കെ വന്ന് മുളച്ച് നിൽപ്പുണ്ട്. ഇതൊക്കെയാണ് നമുക്കൊരു സന്തോഷം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ റെയിൻബോ പ്ലാന്റർ എന്ന കുഞ്ഞു ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു രീതിയിലെങ്കിലും ഗാർഡനിങ് ചെയ്യണം. നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിന്, നമ്മുടെ സ്ട്രെസ്സ് ഒന്ന് റിലീഫ് ആവാനും ഈ ഗാർഡനിങ് സഹായിക്കും. അത് എൻ്റെ ജീവിത അനുഭവമാണ് കേട്ടോ. നിങ്ങളെല്ലാവരും അതിനൊന്ന് ശ്രമിക്കുക. ചെടികൾ ഓരോ ഇലകൾ വരുന്നതും പൂ വരുന്നതും കാണാൻ അതൊരു ഒരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും ഒരു ചെറിയ ഗാർഡനെങ്കിലും വയ്ക്കാൻ ശ്രമിക്കണം. ഓക്കെ.